ഹായ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ചില കുട്ടികൾ പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കുകയും തെറ്റുകൾ പറ്റിയാലും വീണ്ടും പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചില കുട്ടികളാകട്ടെ ചെറിയൊരു പരാജയം ഉണ്ടെങ്കിൽ പോലും അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. പലരും വിചാരിക്കുന്നത് ഇത് കുട്ടികൾ തമ്മിലുള്ള ബുദ്ധിയുടെ ഡിഫറൻസ് ആണെന്നാണ്. എന്നാൽ സത്യം അതല്ല. മാതാപിതാക്കൾ ജീവിതത്തിൽ ഡെയിലി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികളുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും വളരെ സാരമായി ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുട്ടി ഒരു പസിൽ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കുട്ടിയോട് ഓ നീ വളരെയധികം ബുദ്ധിമാനാണ് എന്ന് പറയുന്നതിന് പകരം നീ വളരെയധികം ക്ഷമയോടെ പരിശ്രമിച്ചത് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് കുട്ടിയെ അഭിനന്ദിക്കുക. ഇത് കുട്ടികളിൽ വളരെയധികം ആത്മവിശ്വാസവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാകുന്നു. രണ്ടാമതായി, ഓൾവേസ് കുട്ടികൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, വയൽ വെച്ചൊരു പൂച്ചയെ കണ്ടാൽ ദേ ആ ഒരു പൂച്ചയെ കണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പൂച്ച എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, ആ പൂച്ചയ്ക്ക് വിശക്കുന്നുണ്ടാകുമോ, ആ പൂച്ച വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഇത് കുട്ടികളിൽ ചിന്താശക്തിയും അതേപോലെ ഭാഷാ കഴിവും വർദ്ധിക്കുന്നു. കുട്ടികൾക്ക് ഓൾവേസ് വേണ്ടത് മാതാപിതാക്കളുടെ സാമീപ്യവും നല്ല വാക്കുകളുമാണ്. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിലും ഈ ചെറിയ മാറ്റങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ള പാരന്റിംഗ് ടിപ്സുകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.